ആശാനെ ഇന്ന് ഷോൾഡർ ചെയ്യട്ടാ. ഇന്ന് ഷോൾഡർ വേണോ? അതെന്താടാ നിനക്ക് ഇന്ന് ഷോൾഡർ ചെയ്താ? അല്ലാശൻ ഈ ഷോൾഡറും ലെഗും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൊക്കം വെക്കൂല എന്ന് പറയാനായിട്ട്. ശരിയെന്നാ ആശാനെ, ഞാനും കേട്ട്. നിന്റെ അച്ഛൻ എന്തിനാണ് ജോലി? ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്. അപ്പൊ നിന്റെ അച്ഛൻ എന്തിനാണ് ജോലി? അൺലോഡിങ് ആൻഡ് ലോഡിങ്. അപ്പൊ രണ്ടുപേരുടെ അച്ഛനും ലോഡിംഗ് ആണ് ജോലി. യെസ് ഓഫ് കോഴ്സ്. അവർ രണ്ടുപേരും ഈ ജോലി തുടങ്ങിയിട്ട് എത്ര വർഷമാവും? ഒരു 10-20 വർഷമാവും. അപ്പൊ ഒരു ദിവസം ഇവർ എത്ര കിലോ ഭാരം തലയിൽ ചുമക്കും? എങ്ങനെ നോക്കിയാലും 50 കിലോയുടെ 2 ചാക്ക് ഒറ്റ സ്റ്റെപ്പിൽ എടുക്കും. അങ്ങനെ ഒരു 10-20 തവണ കൊണ്ട് കയറി ഇറങ്ങും. 10-20 വർഷം കൊണ്ട് 100-100 കിലോയും പൊക്കി തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങണ അവരെ പൊക്കം ഇപ്പൊ എത്രയുണ്ട്? എങ്ങനെ പോയാലും ഒരു 5-6 അടി കാണും ആശാനെ. അല്ലാതെ വെയിറ്റ് എടുത്തതിന്റെ പേരിൽ അവർ ചുരുങ്ങി മുട്ടിന്റെ ദൂരൊന്നും ആയില്ലല്ലോ. അതില്ല ആശാനെ. ഈ ആഴ്ചയിലെ 1-2 ദിവസമാണ് ഈ സ്ക്വാട്ടും ഷോൾഡറും ചെയ്യണം. പിന്നെ എങ്ങനെയാണ് നീയൊക്കെ ഈ പൊക്കം കുറയണത്? അത് ശരിയാണല്ലോ. അത് മാത്രമല്ല, പഴയ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഒരു ലോഡ് സാധനം തലേ ചുമന്നാണ് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും കിലോമീറ്റർ കണക്കിന് ജോലിക്ക് പോണത്. അവരൊക്കെ ഇപ്പൊ പൊക്കം കുറഞ്ഞ് കുഴിയാനേരെ എത്ര ആവാളില്ലെങ്കിൽ. എന്നാ പിന്നെ പൊക്കം വെക്കാനുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ട് ആശാനെ? കുറച്ച് തല്ലി സിമെന്റ് എടുത്ത് കാലിന്റെ അടിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് 2 പില്ലർ ഉണ്ടാക്കി അതും കൊണ്ട് നടാം. അല്ല ആശാനെ, ഈ തൂങ്ങിയ പൊക്കം വെക്കൂലേ? എന്നാ പിന്നെ ഈ ലോകത്ത് ടവറിന്റെ ഒന്നും ഒരു ആവശ്യം വരില്ല. അതെന്താ ആശാനെ? അല്ല, ഈ ജിമ്മിൽ പോണ ഉച്ചയിൽ ഒരു സിഗ്നലും കെട്ടി വിട്ടാൽ മതിയല്ല, നല്ല റേഞ്ച് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ചുമ്മാ പറയണോ ആശാനെ? ഇടയിൽ തൂങ്ങിയ പൊക്കം വയ്ക്കോ ഇല്ലെന്നുള്ള കാര്യം ഇതുവരെ ആരും സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതായിട്ട് എന്റെ അറിവിലില്ല. എങ്ങനെയെങ്കിലും ഒരു 2 സെന്റിമീറ്ററും കൂടെ പൊക്കം വെക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? നിനക്കൊക്കെ 2 സെന്റിമീറ്ററും കൂടെ പൊങ്ങണം. അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ എനിക്കും കൂടെ പറഞ്ഞേടാ, ഞാനും ഒന്ന് പൊങ്ങട്ടെ. എങ്ങനെ ഇരിക്കണം?